ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ റോഷ്നി. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും അല്ലേ. അതായത് നമ്മുടെ ഭീമ ജുവല്ലേഴ്സിൽ വിമൻസ് ഡേയോടനുബന്ധിച്ച് ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഫംഗ്ഷൻ സ്റ്റാർട്ടാവാൻ പോകുന്നേ ഉള്ളൂ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ബ്രൈഡ്സിനൊക്കെ ഗോൾഡൊക്കെ സെറ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോഴേക്കും അവർ ഗോൾഡൊക്കെ സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ. 30 പവൻ മുതൽ 100 പവൻ വരെയുള്ള ഗോൾഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഗോൾഡ് സെറ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ വെയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവർക്കും അല്ല, നമ്മളിനി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനൊരു ഓഫർ വെച്ചിട്ടുള്ളത്. ഇവരൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഗോൾഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നത്. സീസൺ 2 അതിലേക്കായി ഇന്നലെ ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ വന്ന് ഒരുങ്ങുകയും ആ ഒരു ഫെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ കൂടെയാണ് നമുക്ക് ഫെസ്റ്റ് നടക്കുന്നത്. ഈ ഇന്നലെ വന്ന കുട്ടികൾക്കെല്ലാം അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭീമയുടെ ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ് നമ്മുടെ മാനേജ്മെന്റിനോട് ഇങ്ങനെ ഒരു ഇവന്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നതിന്. It's not easy to organize things. ആൾക്കാരെ വിളിക്കണം, ഓഡിയൻസ്, പ്ലാനിങ്. സോ മനീഷ് എന്ന് പറഞ്ഞ ഒരാളാണെന്നല്ല എന്നെ വിളിച്ചത്. ഇത്രയും ഗംഭീരമായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആൻഡ് പോത്തങ്കോട് ഭീമ ഉണ്ടെന്നറിയാം. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ എം വിസിറ്റിംഗ്. ഭീമയുടെ ടാഗ് ലൈൻ ഐ തിങ്ക് പ്യുവർ ഗോൾഡ് സംതിങ് ആസ് സച്ച് അല്ലേ? എന്താണ് ടാഗ് ലൈൻ ഭീമയുടെ? ഭീമ ഗോൾഡ് പ്യുവർ ഗോൾഡ്, പരിശുദ്ധമായ സ്വർണ്ണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനാണ് വനിതാ ദിനം അറിയാവോ? എങ്ങനെ മാർച്ച് 8 വനിതാ ദിനമായി? യെസ്, ഗൂഗിൾ നോക്കി അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗൂഗിളിലുള്ളൊരു കാര്യം, പക്ഷെ നമ്മളുടെ ശ്രദ്ധയിൽ ഇല്ലാത്തൊരു കാര്യം ഒന്ന് നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്ന് പറയുകയാണ്. നമ്മൾ ഈക്വാലിറ്റിക്ക് വേണ്ടി ആണും പെണ്ണും ഒന്നാണ്, അല്ലെങ്കിൽ സമമാണ്. സഹകരിക്കുമ്പോഴുള്ള ആ സ്നേഹാദരവും ഇവിടെ വന്ന എല്ലാവർക്കും, ഭീമയുടെ സകല പേർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ അവിടുന്ന് ഒരു ഡ്രിങ്ക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. നെക്സ്റ്റ് ഡേ എൻ്റെ മേക്കപ്പിലോട്ട് കിടക്കുവാണ് കേട്ടോ. ഇതെല്ലാം ഒരു ട്രയൽ സെറ്റിങ്സ് ആണ്. മേക്കപ്പൊക്കെ ഓഫീസേഴ്സ് നമുക്ക് പറഞ്ഞു തരുവാണ് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത്. ഹെയർ സെറ്റിങ്സ് ആണ് കേട്ടോ വരുന്നത്. ഹെയർ സെറ്റിങ്സിൽ തനിമ ബ്യൂട്ടി ലോഞ്ചാണ് എൻ്റെ ഹെയർ ഒന്ന് ട്രയൽ സെറ്റ് ചെയ്തത്. എൻ്റെ ഫേസ് ഷേപ്പ് കുറച്ച് ഓവൽ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാച്ചായിട്ടുള്ള ഹെയർ സ്റ്റൈൽ എന്താണെന്നൊക്കെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ.
അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫംഗ്ഷനിൽ എന്നെയും കൂടി ഇൻവൈറ്റ് ചെയ്തതിന്. സ്പെഷ്യൽ താങ്ക്സ് ടു ഭീമ. അങ്ങനെ ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സാരി ഞാനൊരു റോയൽ ബ്ലൂ കളർ സാരിയാണ് ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ര അങ്ങോട്ട് മാച്ചായിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒരു ട്രയൽ ആയതുകൊണ്ട് ഞാൻ കയ്യിലുള്ള സാരി വിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ സാരിയും ഗോൾഡും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഈ ഒരു ഇവൻറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത്. ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം അച്ഛനോട് അഭിപ്രായം ചോദിച്ചിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വന്നിട്ട് മേക്കപ്പിലോട്ടാണ് കേട്ടോ കിടക്കുന്നത്. മേക്കപ്പ് എന്ന് പറയുന്നത് വെഡ്വെയിൽ യൂണിസെക്സ് സലൂൺ. എൻ്റെ സ്കിൻ ടോണിന് ഏതൊക്കെ ഫൗണ്ടേഷനാണ് മാച്ച് ആവുന്നത്, ഏതൊക്കെ കൺസീലേഴ്സാണ് മാച്ച് ആവുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മേക്കപ്പ് സെറ്റ് ചെയ്യുന്നത് തന്ന വെഡ്വെയിലിനോടും ഹെയർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ തനിമ ബ്യൂട്ടി പാർലറിനോടും ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ. ഞാൻ അവരുടെ 2 പേരുടെ പേജും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ ഇവരുടെ പേജ് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എവിടെ മേക്കപ്പിനായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് ഒരു ട്രയൽ മേക്കപ്പാണ് കേട്ടോ. ഒരു ഫുൾ മേക്കപ്പ് ലുക്ക് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ട്രയൽ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ബൈ.